ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മമ്മൂട്ടി കമ്പനി റിലീസ് യൂട്യൂബിലൂടെ ചെയ്ത മഞ്ജു വാര്യർ, ശ്യാമപ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവർ അഭിനയിച്ച, അതുപോലെ തന്നെ രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് ആരോ. അത് റിലീസായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ അത് കണ്ടു. ഒരുപാട് പ്രതീക്ഷകളോടെ ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഞാൻ പ്ലേ ചെയ്തത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നൊരു ഷോർട്ട് ഫിലിമായിട്ട് ഇത് മാറി. എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ല. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അർദ്ധരാത്രി ഒരാളെ കാണിച്ചിട്ടാണ്. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അയാൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്ന വിഷ്വലിലൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. കാരണം അയാൾ കഴിച്ച ഭക്ഷണങ്ങളെല്ലാം അവിടെ അവശിഷ്ടങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഒട്ടും ക്ലീൻ അല്ലാത്തൊരു പരിസരമായിട്ടാണ് കാണുന്നത്. അയാൾ ഒരുപാട് മദ്യപിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതിനിടയിൽ അയാൾ എഴുതിയിട്ട് അയാൾ കുത്തി വരയ്ക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് തന്നെ വ്യക്തമാണ് അയാളൊരു എഴുത്തുകാരനാണ് എന്നുള്ളത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പുറത്ത് മഴയുടെ നല്ല ആരവം കേൾക്കുന്നുണ്ട്. അത് നമ്മളിലോട്ട് ശരിക്കും എത്തിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണെന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിനകത്ത് ഫീൽ ചെയ്യും. ആ സമയത്ത് തന്നെ ഇയാൾ നടക്കുന്നതും ഇയാൾ എഴുതുന്നതും ഇയാളുടെ ഓരോ ആക്ടിൻ്റെ സൗണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് എത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ആ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ശ്യാമപ്രസാദിനൊരു കോള് വരികയാണ്. കോള് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ്. അയാൾ കോൾ എടുത്തതിന് ശേഷമാണ് അവിടെ അപ്പുറത്ത് തളിക്കുന്ന ഒരു പെൺകുട്ടി പറയുക, നാളെ വീട്ടിലുണ്ടാവോ, ഞാൻ നാളെ വരും കാണാനായിട്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ആരാണെന്ന് മനസ്സിലായില്ല. കാരണം അത് പ്രൈവറ്റ് നമ്പറാണ്. ഈ പ്രൈവറ്റ് നമ്പർ കിട്ടുമോ എന്ന് നോക്കാനായിട്ട് അയാൾ ഒരാളെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്നു. പിന്നെ പിറ്റേ ദിവസം അയാളെ കാത്തിരിക്കുകയാണ്. മുറ്റത്ത് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തി വരുന്നു. പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രം. ഇതിനിടയിനകത്ത് ഒരു പാട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആ നല്ല രസത്തിനകത്തൊരു കല്ലുകടിയായിട്ട് തോന്നിയത് ശ്യാമപ്രസാദും മഞ്ജു വാര്യരും സംസാരിക്കുന്ന ലാസ്റ്റ് പോർഷൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഈ ഇൻസ്ട്രുമെൻ്റ് സൗണ്ടിന് ഭയങ്കര ഓളിയോ ആയിപ്പോയി. ആ സമയത്ത് ഈ പറയുന്ന വോയിസ്, മഞ്ജു വാര്യരുടെ വോയിസ് വളരെ ലോ ആയതുകൊണ്ട് തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. അതെനിക്കൊരു അപാകതയായിട്ട് തോന്നി. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ആ സമയത്ത് അവിടെ വന്നപ്പോൾ. അതല്ലാണ്ട് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്ലേ ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം രഞ്ജിത്ത് കമ്മിറ്റ് ചെയ്യുക, മഞ്ജു വാര്യരിലോട്ട് ഇത് എത്തിക്കുക, ശ്യാമപ്രസാദിനകത്ത് അഭിനയിക്കുക, മമ്മൂട്ടി കമ്പനി ഇത് പ്രസൻറ്റ് ചെയ്യുക, എന്തായിരിക്കും ഇതിൻ്റെ ഔചിത്യം? അല്ലെങ്കിൽ എന്ത് കണ്ടൻറ്റാണ് ഇവർ പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിലൊരു പുതുമയില്ല. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുമടുത്തിട്ടുള്ള, വർഷങ്ങളായിട്ടും ഇപ്പോഴും കാണുന്ന പല സിനിമേനത് ചെറിയൊരു ഭാഗമായിട്ട് പോലും വന്നു പോകുന്ന ഒരു കാര്യം. ഇതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്തവരുണ്ട്. ഒരു പാട്ടിൻ്റെ സീനിൽ പോലും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തുകൊണ്ടിട്ടായിരിക്കും ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഇവർ കമ്മിറ്റ് ചെയ്തതെന്ന് ഒരു ഐഡിയ എനിക്ക് വന്നിട്ടില്ല. ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എന്താണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളതെന്ന്. ഒരു ഏകാന്തമായിട്ട് താമസിക്കുന്ന ഒരാളുടെ ലൈഫിനകത്ത് പുറത്ത് കിടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് അയാൾക്കറിയില്ല. പുറത്തെ ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു ആരോ. ഇതിനകത്ത് നമ്മുടെ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ആമിയിലെ ക്യാരക്ടറായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു വിഷ്വലി കാണാനായിട്ട്. പക്ഷേ മഞ്ജു വാര്യരുടെ ക്യാരക്ടറിനകത്ത് അവർ ഓവറായിട്ട് എന്തോ ഒരു സാധനം കൊടുത്ത പോലെ, ഒരു ഹൈപ്പ് കൊടുത്ത പോലെ തോന്നുന്നു. കാരണം മഞ്ജു വാര്യനെ കാണുമ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒട്ടും അവരഭിനയിച്ചതിൻ്റെ കുഴപ്പമല്ല, അവരെടുത്ത് വെച്ചേക്കുന്നതും മഞ്ജു വാര്യനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വല്ലാത്തൊരു രീതിയിലാണ്. ഭയങ്കര വെട്ടമാണ് മഞ്ജു വാര്യരെ കാണുമ്പോൾ. അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൂടിപ്പോയി. മമ്മൂട്ടി കമ്പനി പ്രസൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ആർട്ടും അതുപോലെ തന്നെ DOP കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കോസ്റ്റ്യൂംസ് വരെ അടിപൊളിയായിരുന്നു. പക്ഷേ ഷോർട്ട് ഫിലിമിൻ്റെ കഥ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഒരെത്തും പിടിയില്ല. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം. നമ്മളെന്തായാലും ഇനി കുറച്ച് ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. ഇപ്പം ഇറങ്ങുന്നത് മാത്രമല്ല, ഇതിന് മുന്നേ ഇറങ്ങിയിട്ട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള
ഇഷ്ടപ്പെടുന്ന ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സംസാരിക്കാം അല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.